കുതിരയെ ഉടനെ കൊണ്ടില്ലാൻ തമ്പാൻ പറഞ്ഞേച്ചു. ആറാട്ടിനുള്ള വെള്ളക്കുതിരയല്ലേ, ഉടനെ എത്തിച്ചോളാന്ന് പറഞ്ഞേക്കൂ. ഭഗവാനെ, എന്നെ ചതിച്ചോ? വെള്ളനിറം ഏൽക്കുന്നില്ലല്ലോ. എന്റെ അച്ഛൻ എന്നെ കുതിരവൈദ്യം മുഴുവനും പഠിപ്പിച്ചില്ലേ, മുക്കാലേ പഠിപ്പിച്ചേ ഉള്ളൂ. മോനെ ചന്തുണ്ണി, നമ്മള് തമ്പുരാന്റെ എടാ ഭ്രാന്ത, നീ എന്താ ഈ ചെയ്യണത്? എന്ത് മാറിപ്പോയെന്നാ നീ പറയണത്? അതേ, അതായത് ഈ കുതിരയെ അത്രേ ഉള്ളോ? അത്രേ ഉള്ളൂ. എന്നാ നിനക്കത് എന്നോട് ചോദിച്ചുകൂടായിരുന്നോ? ഈ വിഡ്ഢിത്തരം കാണിക്കണോ? ചായം തേച്ചാ കുതിരയുടെ നിറം മാറുമോ? ഇല്ലച്ചാ, വെള്ള ചായ കലക്കി അതിനെ കുടിപ്പിക്കാൻ നോക്കിയായിരുന്നു. അത് കുടിക്കണ്ടേ നിറം മാറാൻ? അതിന് നീറ്റ് ഭസ്മം നമ്മുടെ കയ്യിലില്ലേ? നീ വന്നോളൂ. ഇത് അകത്ത് കൊണ്ടുവച്ചോളൂ. അച്ഛാ, ഇത് ഞാൻ കഴിച്ചാലേ വെള്ളക്കുതിരയാവും. കൊണ്ടുവച്ചോളൂ, പറഞ്ഞത് കേട്ടോളൂ. കഴിച്ചേക്കണേ, നിറം മാറും, നീ നോക്കിക്കോളേ. അപ്പോഴേ ഈ ഭസ്മം ഭയഭക്തിയോടുകൂടി കഴിച്ച് എന്റെ തലമുടി വളരണേ എന്ന് വിചാരിക്കുകയാണെങ്കിൽ തലമുടി വളരുമല്ലോ. നമുക്കൊന്ന് പരീക്ഷിക്കാം. പ്രാർത്ഥിക്കാം. നീ കണ്ടട പോലെ ചന്തുണ്ണി. അയ്യോ, എന്റെ അച്ഛ, എന്റെ പൊന്ന അച്ഛ. അച്ഛച്ച് അല്ലച്ച, ആ നീറ്റ് ഭസ്മം ഉണ്ടല്ലോ. അയ്യോ, എന്റെ തലമുടി തലമുടി കണ്ടോ? മറ്റേ പുതിയോടെ അതിന് തരും. ഞാന് ഇത് ഭദ്രമായിട്ട് സൂക്ഷിച്ചോ. നിനക്ക് ഈ തലമുടി എവിടെ നിന്ന് കിട്ടി? ഞാൻ നീറ്റ് ഭസ്മം കഴിച്ചു. നിനക്ക് എവിടെ നിന്ന് കിട്ടി ഈ നീറ്റ് ഭസ്മം? അതൊക്കെ കിട്ടി. ഓ എന്റെ മോളെ, നിന്റെ ഭാഗ്യം, നീ രക്ഷപ്പെട്ടു. എന്റെ അനുവാദമില്ലാതെ ആ നീറ്റ് ഭസ്മം ആര് കഴിച്ചാലും അവർക്ക് ഉടനെ ആപത്തുണ്ടാവും. എന്ത് പറ്റി? വല്ല അപകടവും? ഒന്നുമില്ല. അച്ഛന്റെ അനുവാദത്തോടു കൂടി സ്വല്പം നീറ്റ് ഭസ്മം എനിക്ക് വേണം. എന്തിനാ? അതെ, ചൊറിച്ചില? എനിക്ക് ഒരു സാധനം വളരാൻ. എന്ത് സാധനമാണ്? പിന്നെ ഇതോ എന്റെ മോനെ ചന്തുണ്ണി, ഇത് വളരാൻ ഭസ്മൊന്നും കഴിക്കണ്ടടാ, അതൊക്കെ താനേ വളർന്നോളും. അപ്പൊ അത് മതി അച്ഛ. പറയുന്നു, എന്താ എന്നോട് പറയാനുള്ളത്? ഒന്നുമില്ല. പിന്നെ അപ്പോ ഈ മുഖം വാടി കാണാനുള്ള കാരണം എന്താ? എന്തോ എന്നോട് എന്തോ പറയാനുണ്ടെന്ന് ഈ കണ്ണുകൾ പറയുന്നു. എനിക്കെല്ലാം പറയണം. കേട്ട് കഴിഞ്ഞാൽ എന്നോട് കോപിക്കരുത്. ഇല്ല, സത്യം. സത്യം പറയും. ഇപ്പോഴൊന്നും പറയില്ല. പിന്നെ പിന്നെ ആരും കാണാതുള്ള ഈ കൂടിക്കാഴ്ച എത്ര നാളിങ്ങനെ തുടരാൻ കഴിയും? നേരിൽ കാണാൻ സാധിച്ചില്ലെങ്കിലും എന്റെ അമ്മ എന്റെ ശങ്കരകത്തുണ്ടാകും, എപ്പോഴും, എന്നും. ഉണർവിലും ഉറക്കത്തിലും എന്റെ തമ്പുരാൻ എന്നും എന്റെ ഉള്ളിലുണ്ടാവും.
എനിക്കത് മതിയോ? മതിയോ അപ്പേ? എന്റെ തമ്പുരാന്റെ ഈ മൊഴി എന്നും ഞാൻ കേൾക്കണം. ഈ ചൂട് എന്നും ഞാൻ ഏൽക്കണം. എന്തോ സംഭവിച്ചു? ആരോ വരുന്നു. എന്താ റൂമ? കറുപ്പനും കണ്ണും അമ്പലപ്പറമ്പിലുള്ള ആൾത്തറയിലിരിപ്പുണ്ട്. അവരെ കൂട്ടിക്കൊണ്ട് വഴിയിലെത്തിക്കൊള്ളി. ഞാനും വരുന്നുണ്ട്. എന്താണ് അപ്പയ്ക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ? എന്റെ പെണ്ണ് തന്നെ വരും. റൂമയല്ലേ പറഞ്ഞത്? അവരിപ്പോ എത്തുമെന്ന്. അമ്പാടിയെ കാണുന്നില്ലല്ലോ. നൃത്തസംഘം വന്നില്ലേ? ഇല്ല. അമ്പൂട്ടി അടങ്ങണം. ഞാനുണ്ടോ? വഴിയുണ്ട്. നിങ്ങൾക്കായി നാടുവാഴിയിൽ നിന്നും ഞാൻ പതിച്ചെടുത്തത് കാണണോ? കോരമ്പുഴയോരത്തെ നിലമെമ്പാടും കൊച്ചുകുറുപ്പിന് തന്നിട്ടുള്ള കരണം. കണ്ടോ? നാടുവാഴി തമ്പുരാന്റെ മുദ്ര, തിരിയിട്ട നിലവിളക്ക്. ഈ മുദ്ര വെച്ചാൽ എങ്ങനെ കഴിഞ്ഞു? പനച്ചേരി യജമാൻ അതും അതിലപ്പുറവും സാധിക്കും. നാടുവാഴി തമ്പുരാൻ ഇത് അറിഞ്ഞതേ അല്ല. ഞാൻ ഇതൊക്കെ ചെയ്യണത് അറിയാമടോ. നിങ്ങൾ തന്നെയാവും നാദാപുരം കോട്ടയ്ക്ക് അവകാശം. അതിനു മുമ്പ് ഞാനും ആർച്ചിയുമായുള്ള വിവാഹം നടക്കണം. കിട്ടിയ സാധനങ്ങളെല്ലാം സാധുക്കൾക്ക് വീതിച്ചു കൊടുക്കുന്നത് കണ്ടല്ലോ. നിങ്ങളുടെ ഓഹരി എടുത്തില്ലേ? ഇല്ലമ്മാവ്. മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കുന്നതിലാണ് എനിക്കും എന്റെ കൂട്ടർക്കും സംതൃപ്തി. ഓഹോ, എന്നാലേ എന്റെ കയ്യിൽ 2 പഴം കിട്ടി. അതില് ഒന്ന് കഴിക്കും. വേണ്ടമ്മാവ, എനിക്ക് വിശപ്പില്ല. അമ്മാവൻ കഴിച്ചോളണം. എന്നാൽ എനിക്കും വേണം. അയ്യനെ, ചെണ്ടി ആണേലും മനസ്സ് തോന്നി തരുന്നത് പുറം കൈ കൊണ്ട് അങ്ങനെ തള്ളിക്കളയരുത്. ശരി, എന്നാ ഞാനൊന്ന് കഴിച്ചോളാം. അമ്മാവന്റെ കൈ കൊണ്ട് തന്നെ തരണം. കഴിക്കും. അല്ല, ഇതെന്താ അമ്മാവ? അമ്മാവനും കഴിക്കണം. കഴിക്കും. അതെ, ഞാൻ തന്നെ. നാം എവിടെയാണ്? ഇവിടെ. വയനാടും വെളുത്ത? അതെ, വെളുത്ത. സംശയം വേണ്ട. പാലിൽ മയക്കുമരുന്ന് ഇട്ടിട്ടില്ല തമ്പുരാനെ. പാല് കുടിക്കും തമ്പുരാനെ.
ഉപദ്രവം ചെയ്യാൻ വേണ്ടി നാം മയക്കുമരുന്ന് തന്നതല്ല. മയക്കി എടുത്തുകൊണ്ടുപോയി എല്ലാം ചോദിച്ചറിയണമെന്ന മോഹമേ നമുക്കുണ്ടായിരുന്നു. അവിടേക്ക് അറിയേണ്ടതുണ്ടെന്ന് കൽപ്പിച്ചരുളിയാൽ കേൾക്കാം. നാട്ടിൽ നന്മ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരാണ് നിങ്ങളെന്ന് നാം അറിയുന്നു. എങ്കിലും നേരിൽ സ്വകാര്യമായി നമുക്കൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. പനിച്ചേരിക്കുറിപ്പിന്റെ അടവിനും അക്രമത്തിനും തമ്പുരാൻ കൂട്ടുനിൽക്കുവാണോ എന്ന് ഞങ്ങൾക്കറിയേണ്ടിയിരിക്കണം. കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുകയാണോ അവിടുന്ന്? അവിടുന്ന് വിഡ്ഢിയാണെന്ന് വരുത്തി തീർക്കുകയാണോ? കണ്ണുണ്ടായ പോരാ, കാഴ്ചയും വേണം, കഴിവും വേണം. കാട്ടിൽ നിന്ന് കളഞ്ഞു കിട്ടിയതാണെങ്കിലും കാളിയമ്മ കനിഞ്ഞേകിയ കുരുന്നാണ് എന്റെ മകൻ അമ്പാടി. പെറ്റ വയറല്ലെങ്കിലും പോറ്റിയ കൈകളാണ്. അവന് മയക്കുമരുന്ന് കൊടുത്ത് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച നിങ്ങൾക്ക് എനിക്ക് വാക്കു തരും. തമ്പുരാൻ ഇന്ന് ഈ കൈകൾ കുടുതരുതെന്ന് തടയേണ്ടത് കൊലക്കാരാണ്. എന്താണാവോ ഈ ആലോചന? പറയാം, കേൾക്കി. നാം മുമ്പ് കൊടുത്ത ഒരു വാക്കിന്റെ പേരിൽ നമ്മുടെ കരങ്ങൾ കെട്ടിപ്പോയി. പനച്ചേരിക്കുറിപ്പിന്റെ കൊള്ളരുതായ്മകളും കൂട്ടുകെട്ടും നാം അറിയാഞ്ഞത്. പക്ഷേ നമ്മുടെ കളരിക്കുരുക്കൾ കുഞ്ഞനക്കന്റെ മകനാണ് പനച്ചേരി. ഗുരുക്കൾ മരിക്കാൻ നേരം നമ്മുടെ രണ്ട് കൈയും ചേർത്ത് പിടിച്ച് ചൊല്ലി, ഞാൻ എന്റെ മകനെ ഈ കയ്യിൽ ഏൽപ്പിക്കുന്നു. അവൻ എന്നും ഇവിടെ തന്നെ നിന്നോട്ടെ. അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഒരു അനുജനോടെന്ന പോലെ അവന് മാപ്പ് നൽകണം. എനിക്ക് എന്റെ ശിഷ്യൻ തരാവുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ ഇതാണ് എന്ന്. തമ്പുരാൻ സമ്മതിച്ചു അല്ലേ? നാം എന്താ ചെയ്യേണ്ടത്? തമ്പുരാൻ വഴിതെളിക്കും.